ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കടച്ചക്ക പറിക്കാൻ പോവാണ്. അപ്പോൾ തന്നെ നമുക്ക് കടച്ചക്ക പ്ലാവ് കാണാം. അത് അവിടെയാണ്. കുഞ്ഞതേ മുകളിലുണ്ട്. അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. സൈക്കിളിലാണ് എപ്പോഴും അവൻ. സ്റ്റാർട്ട് പറയണേ. അപ്പോഴത്തേനും എനിക്ക് മീൻ കുളത്തിൻ്റെ അടുത്താണ് കടച്ചക്ക പ്ലാവ്. അപ്പോഴത്തേനും ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അമ്മ മീൻ തീറ്റ എടുത്തോ? എടുത്തില്ല ഗൈസ്. ഇവിടെ ഒരു ഉടുമ്പുണ്ട്. അതാണ് ഞങ്ങൾ ഇത്ര പയ്യെ പോകുന്നത്. കാണാൻ പറ്റുമോന്ന് അറിഞ്ഞൂടെ, എന്നാലും നമുക്ക് നോക്കാം. ഇല്ലേ ഗൈസ്, ഉടുമ്പില്ല. ഇല്ല ഗൈസ്. ഇപ്പം മീൻ കുഞ്ഞുങ്ങളായിട്ടിട്ടത് ഇപ്പം മീൻ കളവന്മാരായിട്ടുണ്ട്. അവന്മാരിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് കൂടുതൽ ഓറഞ്ച് കളറാണെന്നാണ് തോന്നുന്നത്. ബാ, നമുക്കപ്പം കടച്ചക്ക പ്ലാവിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇവിടെ മൊത്തം പുല്ല് വളർന്നേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇടയിൽ കൂടെ വേണം പോകാൻ. അമ്മ സ്പീഡ് പിടിച്ച് പോയിട്ടുണ്ട്. ഞാൻ ഇതിലെ കൂടെ പയ്യെ പോകുന്നുള്ളൂ. ഇത് ആ കാണുന്നതാണ് കടച്ചക്ക പ്ലാവ് കേട്ടോ. അപ്പോൾ അമ്മ ദേ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ നിറച്ച് പുല്ലും. ഗൈസ്, മഴക്കാലം ഉണ്ട്. മൊത്തം പുല്ലും കാടൊക്കെ വളർന്ന് നിൽക്കുകയാണ്. എന്തോ ഇപ്പം എൻ്റെ മുട്ടിൻ്റെ അത്ര ഉണ്ട് പുല്ലൊക്കെ. പ്ലാവ് ഇതേ അവനായിരിക്കും അതിൻ്റെ മണ്ണിൽ കയറി ഇരിക്കുവാണ്. പെട്ടെന്ന് ഒടുങ്ങിയോ കുഞ്ഞ? അവൻ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നിൽക്കുക. ഗൈസ്, ഈ കടച്ചക്ക വിളഞ്ഞിട്ടില്ല. പക്ഷെ പശ പോലെ എന്താ അതിൻ്റെ അകത്തുണ്ടല്ലോ, വിളഞ്ഞിട്ടില്ല. അപ്പം മറ്റേ കടച്ചക്ക എന്ത്? ഗൈസ്, ഈ വർഷം കടച്ചക്ക തീരെ കുറവാണ്. കഴിഞ്ഞ വർഷം ഒത്തിരി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ഇത് കറിയൊക്കെ വെക്കുന്നതെന്ന്. പക്ഷേ ഈ വർഷം ഒട്ടും ഇല്ല കേട്ടോ. എന്തായാലും ഇത് മൂത്തിട്ടില്ല. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് നമുക്കിത് പറിക്കാം. ഗൈസ്, നമുക്ക് കടച്ചക്ക കിട്ടിയില്ല. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.